കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 22 അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളെൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവിൻ, ഞാനാണ് കർത്താവ്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങളെൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ്. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്റ്റ് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. ഞാനാണ് ദൈവമായ കർത്താവ്. പ്രിയമുള്ളവരെ, ദൈവജനവും ദൈവവും തമ്മിലുള്ള ബന്ധം ഏതു വിധേനയുള്ള ബന്ധമാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവിൻ, കാരണം അവൻ നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രഘോഷിതമാകേണ്ടതിന് നിങ്ങൾ എൻ്റെ വിശുദ്ധ നാമത്തെ ഒരിക്കലും അശുദ്ധമാക്കരുത് എന്നും വചനം ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു പരിശുദ്ധിയിൽ ജീവിക്കുക, ആ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ദൈവജനത്തിൻ്റെ പ്രവൃത്തി വഴിയായിട്ടാണ് ദൈവത്തിൻ്റെ നാമം ജനതകളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. ഇനി ആ അറിയപ്പെടുന്നതും പുരോഹിതന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഇവിടെ പുരോഹിതന്മാരോടാണ് പറയുന്നത്, ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകിയാൽ നിങ്ങളെൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുരോഹിതന്മാർ എപ്രകാരം വിശുദ്ധിയോടുകൂടി ആ ദൈവ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവജനത്തിന് ദൈവത്തിൻ്റെ ആ മഹത്വവും വലിപ്പവും പ്രകടമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അഭിഷേകം ലഭിച്ച അഭിഷിക്തരായിട്ടുള്ളവർ ദൈവനാമത്തെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും ദൈവത്തിന് അർപ്പിക്കുന്ന ശുശ്രൂഷ എത്രമാത്രം മഹത്വമുള്ളതാണ് എന്നും വചനത്തിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു ദൈവികമായ കൃപയിൽ നാം മുന്നോട്ട് പോകുന്നത് പുരോഹിതന്മാരിലൂടെ ദൈവജനം ചെയ്യുന്ന ശുശ്രൂഷകൾ വഴിയായിട്ടാണ്. ദൈവത്തിന് നാം കൊടുക്കുന്ന ആരാധന അത് ദൈവികമായി മാറുന്നത് എത്രമാത്രം പരിശുദ്ധിയോടുകൂടി പുരോഹിതൻ ആ കാഴ്ചയെ അർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ദൈവികമായ ശുശ്രൂഷകളും ആരാധനകളുമൊക്കെ ആ ദൈവനാമത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്ന വിധം അർപ്പിക്കുക എന്നുള്ളത് ഒരു പുരോഹിതൻ്റെ കടമ കൂടിയാണ്. ഇനി ദൈവജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ മേഖല വിടുതലിൻ്റെ മേഖലയാണ്. അടിമത്തത്തിൽ നിന്ന് ഒരു ജനത്തെ വിമോചിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് ആ ജനത്തിൻ്റെ മേലൊരു അധികാരമുണ്ട്. അപ്പോൾ വിമോചനമാണ് ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ മറ്റൊരു തലം. വിമോചനമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ആ നാളിലെങ്കിൽ ഇന്ന് ദൈവജനം പലവിധമായ അടിമത്തങ്ങളിൽ നിമഗ്നരാണ്. അപ്പോൾ ആ അടിമത്തങ്ങളിൽ നിന്നൊക്കെ നമ്മെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതിലാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ബന്ധത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാന ദൗത്യം. അപ്പോൾ കർത്താവ് പുരോഹിതന്മാരിലൂടെയാണ് തൻ്റെ വിശുദ്ധി പ്രകടമാകുന്നത്. ദൈവത്തെപ്പറ്റി കൂടുതൽ ആളുകൾ അറിയുന്നത് ആ പരിശുദ്ധമായ ശുശ്രൂഷകൾ വഴിയായിട്ടാണ്. രണ്ടാമത്, ദൈവവും തമ്മിലുള്ള ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വിമോചനത്തിൻ്റെ മേഖലയാണ്. നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും തളച്ചിട്ടിരിക്കുന്ന പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.